സിംഗപ്പൂർ ഡോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കിലുക്കം സിനിമയാണ്. അതിലെ ലാലേട്ടൻ്റെ ഡയലോഗാണ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിനോട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു സംഭവമാണ്. കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ, മനോരമ പേപ്പറിൽ അതിൻ്റെ ഒരു ബിസിനസ് പേജിലാണെന്ന് തോന്നുന്നു ഞാനൊരു ന്യൂസ് കണ്ടു. രാജ്യങ്ങൾക്കിടയിലെ റോൾസ് റോയ്സ്. അപ്പോൾ ഞാനിത് ഈ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാനത് നോക്കിയത്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും നമ്മുടെ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചാണ്. അതായത് ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളിൽ കുളിച്ചു നിൽക്കുകയാണ് സിംഗപ്പൂർ. അതായത് സിംഗപ്പൂർ എന്ന് പറയുന്ന ആ ഒരു രാജ്യം 1965 ഓഗസ്റ്റ് 9 സിംഗപ്പൂർ എന്ന് പറയുന്ന ആ ഒരു രാജ്യം അന്ന് മുതലാണ് ഉണ്ടായത്. അതായത് ആ ഒരു രാജ്യത്തിൻ്റെ ഉദയം എന്ന് പറയാം അന്നാണ്. ശരിക്ക് നമുക്കറിയാം സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ നമ്മൾ ഇവിടുന്ന് സിംഗപ്പൂർ സന്ദർശിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമൊക്കെയാണ്. പക്ഷേ ഇതൊരു നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ഈ ഒരു രാജ്യത്തിൻ്റെത്. അതായത് നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. പെർ ക്യാപിറ്റ ഇൻകമിൽ 4ാം സ്ഥാനത്താണ് ലോകത്ത് സിംഗപ്പൂർ. അതായത് നമ്മുടെ രൂപേനെ വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം 80 ലക്ഷം രൂപയോളമാണ് അതിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം. അത് ഡോളറിൽ പറയുകയാണെങ്കിൽ 90,674. ശരിക്കും ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിന് അത്ര വലിയ വലിപ്പമൊന്നുമില്ല. അതായത് എറണാകുളം ജില്ലയുടെ 4/1 വലിപ്പം മാത്രമേ സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യത്തിനുള്ളത്. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. കാരണം നമ്മൾ മനസ്സിലൊരു രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ വലിപ്പമൊക്കെ ഉണ്ട്. കുറേ രാജ്യങ്ങൾ അങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു ഖത്തർ, മസ്കറ്റ്, ഇതൊക്കെ ചെറിയ രാജ്യങ്ങളാണ്. സിംഗപ്പൂർ പക്ഷേ ഇത്ര ഒരു വലിയൊരു ഫിനാൻഷ്യലി ഇത്ര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ 4/1 വലിപ്പമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യ 60 ലക്ഷം. 60 ലക്ഷമാണ് ആ ജനസംഖ്യ. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി. നമുക്കറിയാം 3.5 കോടിയാണ് കേരളത്തിൻ്റെ ജനസംഖ്യ. പക്ഷേ സിംഗപ്പൂരിൽ 60 ലക്ഷമേ ഉള്ളൂ. എറണാകുളം ജില്ലയിൽ നമുക്കറിയാം ലക്ഷങ്ങളാണ്. എത്രയോ എനിക്ക് കറക്റ്റ് എനിക്കൊണ്ട് 15 ലക്ഷമാണോ 20 ലക്ഷം അങ്ങനെ എന്താണോ എറണാകുളം ജില്ലയിലെ ഒരു ജനസംഖ്യ. പക്ഷേ എറണാകുളത്തിൻ്റെ 4/1 കൂടി സിംഗപ്പൂരിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 60 ലക്ഷമാണ്. ഇതിൽ നമ്മൾ വിചാരിക്കും, നമുക്കറിയാം ഒരുപാട് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് മലയാളികൾ അവിടെ പഠിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, കുറേ കോടീശ്വരന്മാർ മലയാളികൾ തന്നെ അവിടെ ഉണ്ടെന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇവർ പറയുന്നത് മലയാളികളിൽ ചൈനീസും ചൈനക്കാരും അതുപോലെ തന്നെ മലയ പിന്നെ ഇന്ത്യൻ, ഈ 3 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ 3 രാജ്യങ്ങളിലാണ് അവിടെ മെയിനായിട്ടുള്ളത്. പക്ഷേ ഇതിൽ ചൈന തന്നെ 75% ആണ്. 75% സിംഗപ്പൂരിലുള്ളത് ചൈനീസ് ആളുകളാണെന്ന് പറയുന്നത്. ഇന്ത്യക്കാർ വെറും 7.5% മാത്രമാണ്. അതായത് ഇന്ത്യക്കാർ 7.5%, അതിൽ പകുതിയും തമിഴന്മാരാണ്. വെറും 1/4 ലക്ഷം മലയാളികൾ, അതായത് 25,000 മലയാളികളെ അവിടെ ഉള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിൽ ഇത്രയും കുറച്ച് മലയാളികളേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന മലയാളികളെല്ലാം തന്നെ അവിടെ നല്ല പൊസിഷനിൽ ജീവിക്കുന്നവർ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സിംഗപ്പൂർ രാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ക്രൈം റേറ്റ് കുറവാണെന്നാണ്. അതിൻ്റെ ഒരു വലിയൊരു കാരണം പറയണത് അവിടെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരലുകൊണ്ടുള്ള അടിയാണ്. അതായത് നല്ല അടി കൊടുക്കും. അവിടെ ഇപ്പോൾ ഈ പീഡനമായാലും കൊലക്കുറ്റായാലും എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഓടിച്ചിട്ട് അടിക്കും എന്ന് പറയുന്നതാണ്. അതായത് ഇവിടുത്തെ നിയമം പോലെയല്ല, കുറച്ചും കൂടി നിയമമൊക്കെ വളരെ പേടിയുണ്ട് ആളുകൾക്ക്. ഇപ്പോൾ നമുക്കറിയാം ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തല വെട്ടുന്നു എന്നൊക്കെ പറയണ പോലെ ആ ഒരു പേടി ക്രിമിനൽസിനുള്ളത് കൊണ്ട് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് അവിടെ വളരെ കുറവാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ ഈ കായൽ നികത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. കായൽ നികത്തി കെട്ടിടം പണി ചെയ്തു, ബിൽഡിംഗ് പണി ചെയ്തു, ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അവർ കടൽ നികത്തിയിട്ടാണെന്നാണ് പറയുന്നത്. കടൽ നികത്തിയിട്ടാണ് ഇതൊക്കെ പണിയുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ലോകത്തിൻ്റെ 4ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ റോൾസ് റോയ്സ് എന്നൊക്കെ പറഞ്ഞ് അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കതൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യത്തുള്ള നമ്മുടെ ഓഡിയൻസ്, നിങ്ങളിത് കേൾക്കുന്നവർ സിംഗപ്പൂർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംഗപ്പൂർ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാം.